ഞാൻ അവൾക്ക് കൊടുക്കുന്ന ബഹുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് CA ചെയ്തതാ. അപ്പൊ CA ചെയ്ത് കംപ്ലീറ്റ് ചെയ്തില്ല. ലാസ്റ്റ് ഫൈനൽ ഇയർ ഇന്റർ കഴിഞ്ഞു. ഫൈനലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അല്ല അപ്പൊ അതിന് നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഡിഗ്രിക്കൊക്കെ 98% ഒക്കെ ആയിരുന്നു മാർക്കും. അപ്പൊ അതുകൊണ്ട് പഠിക്കുമായിരുന്നു. എന്നിട്ട് അത് കരിയർ വേണ്ടാന്ന് വെച്ചിട്ട് എനിക്ക് വേണ്ടി അപ്പൊ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, അയ്യോ ഞാനൊന്നും ഏൺ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു, നീയാണ് ഏൺ ചെയ്യുന്നത്, എന്നെക്കാളും കൂടുതൽ ഏൺ ചെയ്യുന്നത് നീയാണ്. പകരമായിട്ട് കിട്ടുന്ന കംപ്ലീറ്റ് എന്റെ അക്കൗണ്ടിലോട്ടാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. മാനേജ് ചെയ്ത കംപ്ലീറ്റ് ഞാനാണ്. അല്ല പിള്ളേരുടെ ശരിക്കും അത് എനിക്ക് മാനേജ് ചെയ്താൽ ശരിയാവില്ല. എനിക്ക് കൈ ഓട്ടകയാണ്. അതുകൊണ്ട് അത് കിട്ടുന്ന പോലെ പോകും. അപ്പൊ അതുകൊണ്ട് രാവിലെ എപ്പോഴും ഇറങ്ങാൻ നിർത്താൻ 100 രൂപ അടിയെന്ന് ചോദിച്ചിട്ട് രാവിലെ രാത്രി അത് ഏൺ ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യമല്ല. മാനേജർ ഞാനാണ്, എന്റെ മാനേജർ. ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ സ്കൂളിലായാലും ഇപ്പം എനിക്കറിയാം എഡ്യൂക്കേഷൻ ഒരാളുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു, മറ്റേ ആളിപ്പം നടക്കുകയാണ്. കഴിഞ്ഞില്ല ഓൾമോസ്റ്റ് ഒന്നും കഴിഞ്ഞില്ല. ഇനി അത് മുകളിലോട്ട് അവള് പറഞ്ഞാൽ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ എന്താ ഇനി പ്ലാൻ? ഇപ്പം മാസ്റ്റേഴ്സ് ചെയ്യാണ് സൈക്കോളജിയുടെ തന്നെ. എവിടെ കേരളത്തിൽ ചെയ്യാനാണോ? അതല്ല നാട്ടിൽ നിന്നൊക്കെ എസ്കേപ്പാണ്. ആണ് ശരിയാ. നമുക്ക് എന്തായാലും ഒരു ഗ്രോത്തിന് അത് ഇമ്പോർട്ടന്റ്. ശരിക്കും പറഞ്ഞാൽ +2 വരെ അവള് ട്രിവാൻഡ്രത്ത് 10th വരെ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. +1 +2 ബോയ്സ് ഉള്ള സ്കൂളിലാണ് പഠിച്ചത്. പക്ഷെ കോവിഡ് ആയിപ്പോയി, സ്കൂളിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അവള് ഡിഗ്രിക്കാണ് അവൾ ഒറ്റയ്ക്ക് പുറത്ത് പോകുന്നതും ഒക്കെ. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് 3 years അവള് ഗംഭീരമായിട്ട് മാനേജ് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവൾ ഇനി അടുത്ത കേരളത്തിൽ വേണ്ട, പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ബാംഗ്ലൂർ അഡ്മിഷൻ ആയി. അപ്പൊ ആളിപ്പം നാടുവിടുക.